ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ബിജെപി CPIM അവിശുദ്ധ സഖ്യം നിലമ്പൂരിൽ അവസാനിപ്പിക്കുമെന്ന് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിഞ്ഞത് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ്. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന, ആദ്യം പറഞ്ഞു സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ പ്രഖ്യാപിച്ചു. കാലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു, വൈകുന്നേരം നോമിനേഷൻ കൊടുക്കുന്നു. ഇവിടെയൊന്നും ഒരു സ്ക്വാഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കണ്ടു. സ്ഥാനാർത്ഥി ഒരു വാഹനത്തിൽ പോകുന്നുണ്ട്, വേറെ കാര്യമായിട്ടുള്ള ഒച്ചയാനൊക്കൊന്നുമില്ല. ഇതൊക്കെ LDFനെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ BJPയുടെ ഇലക്ഷൻ പ്രചാരണം ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പഴുത്തുകയും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചവർക്ക് മറുപടി തൃശ്ശൂർ കൊടുത്തുവെന്ന് പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രിയെ നന്നായി പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യമായിട്ട് കേൾക്കും. LDFൻ്റെ പ്രചരണം മുഖ്യമന്ത്രി ഫോക്കസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക, അത് പാർട്ടി നയമാണ്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൺവെൻഷനിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗവും ഈ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം നടത്തുന്ന സ്ക്വാഡുകളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. BJP CPIM അവിശുദ്ധ സഖ്യം നിലമ്പൂരിൽ അവസാനിപ്പിക്കുമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണെന്നും UDF ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന് പറഞ്ഞു. പിന്നീട് അംഗത്വമില്ലാത്ത ഒരാളെ തേടിപ്പിടിച്ച് രാവിലെ സ്ഥാനാർത്ഥിയാക്കി, ഉച്ചയ്ക്ക് അംഗത്വം നൽകി, വൈകിട്ട് പത്രിക സമർപ്പിച്ചു. എന്നാൽ പ്രചരണം എവിടെയും സജീവമല്ല. BJP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയായിരുന്നു. ഗവർണർ രാജ്ഭവനിൽ നടത്തിയ ചടങ്ങിൽ RSS പ്രചാരകൻ ഗുരുമൂർത്തി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഇകഴ്ത്തി സംസാരിച്ചിട്ടും അതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഭാരതാംബ വിവാദത്തിൽ കൃഷിമന്ത്രി പ്രതികരിച്ചിട്ടും മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല. ഹിന്ദു മഹാസഭ മാത്രമല്ല, RSSും ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും മുരളീധരൻ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി 1996 മുതൽ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. വെൽഫെയർ പാർട്ടി 2010 രൂപീകരിച്ചത് മുതൽ 2019 വരെ ഇടതുപക്ഷത്തിനാണ് പിന്തുണ നൽകിയത്. ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമ്പോൾ പുരോഗമനവാദികളും UDFനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയവാദികളുമാക്കുന്നത് ശരിയല്ല. P. അബ്ദുൽ ഹമീദ് MLA, KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത് എന്നിവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.